ഹലോ പിള്ളേരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എങ്ങോട്ടേക്കാണെന്നറിയോ? എൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാൻ നേരത്തൊരു കുഞ്ഞൊരുക്കം. വലിയ സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊരു കുഞ്ഞ് മേക്കപ്പ്. ആദ്യം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. പാരച്യൂട്ടിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത്. നന്നായിട്ട് മോയ്സ്ചറൈസർ കയ്യിലും കഴുത്തിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്യണം. കാരണം ഇപ്പോൾ തണുപ്പ് സമയമാണല്ലോ. അടുത്തത് നമ്മുടെ സൺസ്ക്രീനാണ്. ഇതേത് ബ്രാൻഡിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാനിത് ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. അവിടെ വെച്ച് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഒന്നും തോന്നിയിരുന്നില്ല. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 2 months അടുപ്പിച്ചായിട്ടുണ്ട്. നല്ലൊരു ബ്രാൻഡാണ്. നല്ലൊരു ക്രീം സൺസ്ക്രീനാണിത്. നമുക്ക് വൈറ്റ് കാസ്റ്റ് വരുന്നില്ല. ആദ്യം ഇടുമ്പോൾ ഈ കാണുന്ന ഒരു സംഭവമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് അബ്സോർവ് ചെയ്യുന്നുണ്ട് സ്കിന്നിലേക്ക്. യൂസ് ചെയ്തിട്ടും എനിക്ക് ഈ ടാൻ കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ടാൻ അടിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്ന കാര്യം തന്നെ ഞാൻ മുമ്പ് ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പോൾ കഴുത്തിൽ വേറെ, മുഖത്ത് വേറെ കളർ, അങ്ങനെ നന്നായിട്ട് ടാൻ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് എനിക്കൊരു മുഖത്തൊരു സ്കിൻ അലർജി പോലെ ഒരു വന്നിട്ടുണ്ടായിരുന്നു. പിമ്പിൾസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. മാർക്സൊക്കെ കുറഞ്ഞിട്ടുണ്ട് മുഖത്ത്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറല്ല, സൺസ്ക്രീനാണ്. അങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് സുഡിയോന്ന് എടുത്ത കാജൽ. ഇത് ഞാൻ വേറെ ലാക്മേയുടെ ഐക്കോണിക്കാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പം അത് തീർന്നു പോയി. അങ്ങനെയാണ് പുതിയത് വാങ്ങിയില്ല. സുഡിയോന്ന് ഒരു ടെസ്റ്റർ വാങ്ങിയതാണ്. എനിക്ക് ഈ സുഡിയോയിലെ കാജൽ ഇഷ്ടമല്ല. ഭയങ്കരമായിട്ട് സ്പ്രെഡാവും അത്. പക്ഷേ നല്ല ബ്ലാക്ക് ബോൾഡ് ഐസ് തരും. നമ്മളതിൽ വരച്ച് കഴിഞ്ഞാൽ നല്ല കറുപ്പാണതിന്. ആ കാജൽ സ്റ്റിക്കിൽ നല്ല കറുപ്പാണ്. നല്ല നമ്മൾ ഔട്ടർ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും. ആദ്യത്തെ ടൈമിൽ മാത്രമേ അങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് വിയർത്തൊക്കെ കഴിയുമ്പോൾ എല്ലാം സ്പ്രെഡായിട്ട് കണ്ണ് ഒട്ടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്യില്ല. പക്ഷേ താഴെ ലിങ്ക് കൊടുത്തേക്കാം, വേണ്ടുന്നവർ വാങ്ങുക. ഓക്കെ, അടുത്തതായിട്ട് ഐബ്രോ പെൻസിൽ. ഇതും ഏത് ബ്രാൻഡാണെന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കാരണം എനിക്കിതിൻ്റെ പേരറിയില്ല. ഇത് ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നുമില്ല. ഇതും ഞാൻ ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് തന്നപ്പോൾ അവർ അപ്ലൈ ചെയ്ത് തരുന്നതെല്ലാം നമുക്ക് അവിടെ വെച്ച് മേക്കപ്പ് ചെയ്യുമ്പോൾ കാണാൻ പ്രത്യേക ഭംഗിയാണല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അവിടെ അതാ മാർക്കറ്റിംഗ് ബിസിനസ്. അവർ അപ്ലൈ ചെയ്ത് തരുമ്പോൾ നമ്മളവിടെ സുന്ദരികളായിട്ടിരിക്കും. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ സാധനം ഇത് വാങ്ങിയാൽ ഓക്കെ ആയിരിക്കും എന്ന് തോന്നി നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവരും. നമുക്കിത് നേരെ അപ്ലൈ ചെയ്യാൻ അറിയില്ലായിരിക്കാം. മേ ബി അതിൻ്റെ പ്രശ്നം കൊണ്ടാവാം അത്രയും ഭംഗി പിന്നീട് നമുക്കങ്ങനെ തോന്നാറില്ല. അത് പ്രോഡക്റ്റിൻ്റെ പ്രശ്നമല്ല, നമുക്കത് അപ്ലൈ ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. ഇതിൻ്റെ പേര് അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അടുത്തതായിട്ട് ചുണ്ടിൽ ചായം തേക്കുന്ന പരിപാടിയാണ്. ഈ ആചാരങ്ങളൊന്നും മുമ്പുണ്ടായിരുന്നില്ല കേട്ടോ. എന്നെപ്പോലുള്ള 90s കിഡ്സിനൊക്കെ ഇപ്പോൾ ഇതൊക്കെ ട്രെൻഡിനകത്ത് പോകുക എന്നുള്ള കാര്യം മാത്രം. ഈ ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട്. അതൊരു ചെറിയ ബോക്സിലായിട്ടാണ് കിട്ടുന്നത്. നല്ല ഷെയ്ഡ്സാണ്. എനിക്ക് ഡെയിലി ഞാൻ യൂസ് ചെയ്യാറില്ല ഇത്, പക്ഷേ ഇത് കൊള്ളാം. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നതും ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഏതാ ബ്രാൻഡ് എന്നുള്ളത് എനിക്കറിയില്ല.
ആസ് യൂഷ്വൽ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഞാനത് ഏത് ബ്രാൻഡാണെന്നുള്ളത്. പക്ഷേ ഇത് നല്ല നല്ല ലിപ്സ്റ്റിക്കാണ്. നമുക്ക് ചുണ്ടിലിട്ടിട്ട് നമുക്ക് ടാൻ അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാറില്ല. ചുണ്ട് കറുക്കുക അങ്ങനത്തെ ഇതൊന്നും ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ 2 മാസത്തോളമായി യൂസ് ചെയ്യുന്നു. പക്ഷെ കുഴപ്പമില്ല. നല്ലൊരു ഷെയ്ഡാണ്, റെഡ് ഷെയ്ഡാണ്. നമുക്ക് ഡാർക്കാക്കി വേണമെങ്കിലും ഇടാം, അല്ലാതും ഇടാം. ഞാൻ ലിപ്സ്റ്റിക്ക് തന്നെയാണ് സിന്ദൂരത്തിന് ഇടാനും യൂസ് ചെയ്യുന്നത്. പിന്നെ പൊട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. എൻ്റെ ഒരുക്കം ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ഒരുക്കമാണ്. എല്ലാം സെറ്റായി. ഇനി മുടിയും കൂടെ കെട്ടിയാൽ ഓൾ സെറ്റ്. മുടി കെട്ടുക എന്നുള്ളതൊരു വലിയ ചടങ്ങാണ്. എന്തായാലും കെട്ടിയാലേ വെക്കുള്ളൂ. എന്തോ മറന്നല്ലോ, കമ്മലിടാൻ മറന്നുപോയി. ടൻടടാങ്. എനിക്ക് ജിമിക്കീസിനോട് വലിയൊരു സ്നേഹമാണ്. എന്ത് കമ്മലെടുത്താലും അവസാനം ജിമിക്കിയിൽ തന്നെ എത്തുള്ളൂ. എനിക്ക് ചേർച്ച ആ കമ്മലിനാണെന്നാണ് എൻ്റെ ഒരു വൈപ്പ്. ഓക്കെ, അങ്ങനെ കമ്മലൊക്കെ ഇട്ട് സെറ്റായി. അടുത്ത മുടി കെട്ടൽ പ്രഹസനം. കമ്മലൊക്കെ ആട്ടിയിട്ട് അതിൻ്റെ ഒരു ഷോ ഓഫൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത മുടി കെട്ടാനായിട്ട് നമുക്ക് നോക്കാം. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ മുടി ചട കെട്ടി ആകെ വശക്കേടായി ഡ്രൈ ആൻഡ് ഫ്രിസ്സി ആയിട്ടിരിക്കുകയാണിപ്പോൾ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം 2 വീലറിൽ പോകുമ്പോൾ മുടി ഇതെല്ലാം കൂടെ ചുരുണ്ട് കയറി കെട്ട് വീണ പോലെ ആയി. എനിക്ക് ബേബി ഉള്ളവർക്കറിയാം ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന്. മുടി ഒന്നിനും സമയം തികയാറില്ല നമുക്ക്, പ്രത്യേകിച്ച് വാക്കിംഗ് മൊമെൻ്റ് കൂടെ ആകുമ്പോൾ. എല്ലാം എന്തായാലും പോകാൻ ടൈമായി. എല്ലാം കൂടെ വാരി പിടിച്ച് കെട്ടി. അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ക്ലാസ് എടുക്കാൻ ഞാൻ എത്തില്ല. എനിക്ക് എൻ്റെ മുടി കണ്ടിട്ട് സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും എൻ്റെ മുടി ഇങ്ങനെ ഇടാറില്ലായിരുന്നു. മുമ്പും ഒരു 2 വർഷം മുന്നേയും ഇതുപോലെ തോന്നിയിട്ട് ഞാൻ തോളപ്പം മുടി അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. പോട്ടെ, മുടിയല്ലേ, വളരും. അങ്ങനെ വളർന്ന മുടിയാണ് ഈ അവസ്ഥയിലായത്. എന്തായാലും ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയിട്ട് വരാം കേട്ടോ. ബൈ. എന്തായാലും ക്ലാസ്സിന് പോയിട്ട് വന്നിട്ട് എൻ്റെ ലുക്കിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ കാജൽ കുറച്ച് സ്പ്രെഡായിട്ടുണ്ട്. അല്ലാണ്ട് ഫ്രഷ് ലുക്ക് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്, സാധാ ഒരു മേക്കപ്പാണ്, വലിയ സംഭവങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും വീഡിയോസ് വരും, അതെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലിൽ വന്ന് തന്നെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.